ഇറാനും ഇസ്രയേലും അപ്രഖ്യാപിത യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേൽ എന്തിനാണ് ഇറാനെ അടിച്ചത്? ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആണവായുധം നിർമ്മിക്കുവാൻ പോകുന്നു, ഒരു മാസത്തിനകം അവർ ആണവായുധം നിർമ്മിച്ചേക്കും എന്നൊക്കെയുള്ള സംശയത്തിന്റെ പേരിൽ ഇസ്രയേൽ ഇറാനെ കയറി അടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു പരമാധികാര രാജ്യമായ ഇറാൻ അവർ ആണവായുധം നിർമ്മിച്ചേക്കുമെന്ന സംശയത്തിൽ നിന്ന്, ഒരുപക്ഷെ അവർ നിർമ്മിക്കുമായിരിക്കുമെന്ന ആശങ്കയിൽ നിന്ന് ഒരു പരമാധികാര രാജ്യത്തെ, UN അംഗീകരിച്ച ഒരു രാഷ്ട്രത്തെ ഇത്തരത്തിലുള്ള എന്തോ ഒരു കാരണം പറഞ്ഞുകൊണ്ട് കയറി അടിക്കുകയാണ്. ഇസ്രയേൽ എന്ന ഭീകരരാഷ്ട്രം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃത്യമായി യാതൊരു പ്രകോപനവും കൂടാതെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ കയറി അടിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, UN അല്ലെങ്കിൽ UN അംഗീകരിച്ച രാജ്യങ്ങളുടെ നിലപാടിനോ UN പ്രമേയങ്ങൾക്കോ അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം. അമേരിക്കയുടെ പിൻബലത്തിൽ ഗാസയിൽ ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പരമാധികാര രാജ്യത്തെ ഒരു കാരണവും കൂടാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരാക്രമിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ പ്രത്യാക്രമണം അവർ ഉദ്ദേശിച്ചതിലും വലുതായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിലെ പല ചിത്രങ്ങളും ഇപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ ഗാസയായി, ഒരു ഗാസയുടെ ഏതോ ഒരു ഭാഗമാണോ കാണുന്നത്, തകർന്ന വീടുകളും മറ്റുമുള്ള പിക്ചറുകൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ ഈ ഇസ്രയേലിന്റെ ഈ ഇറാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ മുഴുവൻ സമാധാനം തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും സമാധാനകാംക്ഷികളായി തങ്ങളുടെ രാജ്യത്ത് യാതൊരു പ്രശ്നവും കൂടാതെ ജീവിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾക്കും മറ്റുമൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ ഈ ജൂതരാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ 1-2 വർഷമായി മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിൽ അസമാധാനം നിലനിൽക്കുന്നതിന്റെ മുഖ്യ കാരണവും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യവും ഇസ്രയേലിന്റെ ഭീകര പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇറാനുമായി തന്നെ 5 പ്രാവശ്യം അമേരിക്ക ചർച്ച നടത്തുകയും 6-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഒരുപക്ഷെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇതിനൊന്നും വെയിറ്റ് ചെയ്യാതെ കയറി അടിക്കുകയും ഇറാനെ അടിക്കുവാൻ വേണ്ടി ധൃതി കൂട്ടുകയും ചെയ്തത്. ഇത്തരത്തിൽ ഇസ്രയേൽ ഇറാനെ അടിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കു പിന്നിലും അമേരിക്കയുടെ സമ്മതം ഉണ്ടെങ്കിൽ കൂടി അമേരിക്കയെ ഈ ചർച്ചയിൽ നിന്ന് വഴിമാറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇറാനുമായി ഒരു സംഘട്ടനത്തിലേക്ക് എത്തുവാൻ ധൃതി കൂട്ടിയ ഒരു രാജ്യം കൂടിയാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നും അണുവായുധം നിർമ്മിക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ലെന്നും ഇറാൻ പറച്ചും പറഞ്ഞെങ്കിലും അവർ അണുവായുധം നിർമ്മിച്ചേക്കുമെന്ന സംശയത്തിൽ നിന്നുകൊണ്ട് ആദ്യം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞങ്ങൾക്കിതിലൊരു യാതൊരു പങ്കുമില്ലെന്ന് പറയുകയും ഒഴിഞ്ഞു മാറി നിൽക്കുകയും രണ്ടാളും സമാധാനം പാലിക്കണമെന്നൊക്കെ വലിയ വാക്കുകൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇന്നലെ G7 ഉച്ചകോടിക്കിടെ ട്രംപ് വളരെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ടെഹ്റാനിലെ മുഴുവൻ ജനങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന ഭീഷണി സോഷ്യൽ മീഡിയയിലൂടെ മുഴക്കുകയും ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നെതന്യാഹുവിന്റെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവോട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് എന്നാണ്. എന്നാൽ ആക്രമണത്തിന്റെ ആദ്യ ദിവസമോ രണ്ടാം ദിവസമോ ഈ ഡൊണാൾഡ് ട്രംപ് ഈ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുകയും സമാധാന ആഹ്വാനങ്ങൾ നടത്തുകയും എത്തരത്തിൽ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ഫോൺ സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്ത് വലിയ വാക്കുകൾ പറഞ്ഞതാണ്. എന്നാൽ അന്ന് പറഞ്ഞതുപോലെയല്ല ഇന്നലെ നമ്മുടെ ട്രംപേട്ടൻ പറയുന്നത്. ട്രംപ് പറയുന്ന ഈ അടുത്ത കാലത്തൊക്കെ ട്രംപ് പറയുന്ന വാക്കുകൾക്ക് ചില വിലയില്ലാത്ത മൂല്യമില്ലാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നും ലോക പോലീസിന്റെ നേതാവാണെന്നും ഒക്കെയുള്ള ബോധം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ട് ഒരു വിലയുമില്ലാതെ ചില സന്ദർഭങ്ങളിൽ സംസാരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വാക്കായി മാത്രമേ ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇത്തരം സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അമേരിക്ക നേരിട്ട് കൊണ്ട് ഇപ്പോൾ ഇന്നലെ ട്രംപ് പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ അമേരിക്കൻ പട്ടാളത്തിനെ അയക്കുമെന്നും യുദ്ധക്കപ്പലുകളും അതുപോലെ യുദ്ധ സാമഗ്രികളും മിഡിൽ ഈസ്റ്റിലേക്ക് നീക്കും എന്നുള്ളതാണ്. ഇന്നലെ UK അതുപോലെ കൂടുതൽ യുദ്ധവിമാനങ്ങളെ മിഡിൽ ഈസ്റ്റിലേക്ക് നീക്കുന്നു എന്ന് പറയുന്നു. എല്ലാം കൂടി ഇസ്രയേലിന്റെ കൂടെ ചേരുന്ന രാജ്യങ്ങളാണ് UK അമേരിക്കയും ഒക്കെ, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇൻവോൾവ് ആകുമ്പോൾ തീർച്ചയായും ഇറാന്റെ പങ്കാളിയായ റഷ്യയും ചൈനയും നോക്കി നിൽക്കുമോ എന്ന ചോദ്യം ഇവിടെയുണ്ട്. ബീജിങ്ങിന് ഒരുപോലെ ഇറാനുമായും ടെഹ്റാനുമായും അതുപോലെ ടെല്ലവീവുമായും ഒരുപോലെ വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ചൈന ഒരു കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ പുടിൻ അത്തരത്തിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക നേരിട്ട് ഇൻവോൾവ് ആകുമ്പോൾ ഈ റഷ്യ ഇപ്പോൾ ഒരു യുക്രൈനുമായി ഒരു നേരിട്ട് യുദ്ധം നടത്തുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറാന്റെ കൂടെ പങ്കാളിയാവില്ലെങ്കിലും റഷ്യക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഇറാന് നൽകുകയും അങ്ങനെ റഷ്യയും യുദ്ധത്തിലേക്ക് പങ്കാളിയാവുകയും അപ്പുറത്ത് റഷ്യയും അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇത് കലാശിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പോക്ക് പോകുന്നത്. ഏതായാലും അപ്രഖ്യാപിത യുദ്ധമാണെങ്കിൽ പോലും വളരെ ശക്തമായ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ടെല്ലവീവിലും അതുപോലെ ജെറൂസലേമിലും ഇസ്രയേലിന്റെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ ഇറാന്റെ എല്ലാ ടെഹ്റാനിലും അതുപോലെ ഇറാന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാന്റെ ഓയിൽ ഫെസിലിറ്റികളെയും യുറേനിയം സമ്പുഷ്ടീകരണ മേഖലയും ഒക്കെ ഇസ്രയേൽ ആക്രമിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ഇറാന്റെ യുദ്ധവിമാനങ്ങളും എയർപോർട്ടുകളും ആക്രമിച്ചു. അതുപോലെ തന്നെ ഹൈഫ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഹൈഫയിൽ ഒരു ഓയിൽ റിഫൈനറികളും ഇനി ബാക്കിയില്ല. എല്ലാ ഓയിൽ റിഫൈനറികളും സബ് ഡയറികളും ഒക്കെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്നിപ്പോൾ അൽ ജസീറ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. 5ാം ദിവസവും ടെല്ലവീവിലെ ഒരുപാട് ഭാഗങ്ങളിൽ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നാശനഷ്ടങ്ങളും മറ്റും അല്പസമയം കഴിഞ്ഞാൽ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ടെഹ്റാനിലെ ആളുകളോട് മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്ന ഭീഷണി ട്രംപ് മുഴക്കിയതിന് പിന്നാലെ അതുപോലെ ഇന്നലെ ടെഹ്റാൻ മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കെറ്റ്സും ആഹ്വാനം ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇറാൻ ഇന്ന് പറയുന്നത് ടെല്ലവീവ് മുഴുവൻ ഒഴിഞ്ഞു പോകണമെന്ന ഭീഷണിയുമായാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തയെന്ന് പറയുന്നത് ഞങ്ങളൊരു മാസീവ് അറ്റാക്ക് ഇപ്പോൾ ടെല്ലവീവിലേക്ക് അല്പസമയത്തിനകം നടത്തും, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം ടെല്ലവീവിലും ഇസ്രയേൽ മേഖലയിലും ഇറാൻ എന്താണ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള ആക്രമണ പരമ്പരയാണ് ഇറാൻ അയച്ചുവിടുന്നത് എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.